സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഭഗവാനെ കൃഷ്ണ. സജ്ജനങ്ങളായ എല്ലാ ശ്രീകൃഷ്ണ ഭക്തർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവത ജ്ഞാനയജ്ഞം, ശ്രീമദ് ഭാഗവത മൂലഗ്രന്ഥത്തെയും കിളിപ്പാട്ടിനെയും താരതമ്യം ചെയ്യുന്ന ഒരു മഹത്തായ കർമ്മമാണ് നാം ആരംഭിച്ചിരിക്കുന്നത്. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിൽ ആരംഭിച്ചിരിക്കുന്ന ഈ ദൗത്യം 1-2 ശ്ലോകങ്ങളുടെ അർത്ഥം നാം കഴിഞ്ഞ ഭാഗത്തിൽ മനസ്സിലാക്കി. അതിനെ ഭഗവാൻ ഭാഷ്യകാരൻ എങ്ങനെ നമ്മുടെ ഭാഷാഗാനമായ കിളിപ്പാട്ടിലേക്ക് ആവിഷ്കരിച്ചിരിക്കുന്നു എന്നും കണ്ടു. ഇനി 3ാമത് ശ്ലോകമാണ്. അവതീര്യയതോർവംശേ ഭഗവാൻ ഭൂതഭാവനഃ കൃതവാൻ യാനി വിശ്വാത്മാ താനി നോ വദ വിസ്തരാത്. അവതീര്യയതോർവംശേ ഭഗവാൻ ഭൂതഭാവനഃ കൃതവാൻ യാനി വിശ്വാത്മാ താനി നോ വദ വിസ്തരാത്. അവതീര്യയതോർവംശേ ഭഗവാൻ ഭൂതഭാവനഃ. ഭൂതഭാവനഃ വിശ്വാത്മാ ഭഗവാൻ. ഭൂതഭാവനഃ വിശ്വാത്മാ ഭഗവാൻ യദോ വംശേ അവതീര്യ യാനി കൃതവാൻ താനി ന വിസ്തരാത് വദഃ. ഇതാണ് അന്വയം. ഭൂതഭാവനഃ വിശ്വാത്മാ ഭഗവാൻ. ഭൂതഭാവനഃ പ്രാണിജാലങ്ങളെ സൃഷ്ടിച്ചവൻ. വിശ്വാത്മാ എല്ലാ പ്രാണിജാലങ്ങളുടെയും അന്ധകരണത്തിൽ ആത്മചൈതന്യമായി സ്ഥിതി ചെയ്യുന്നവൻ. അങ്ങനെയുള്ള ഭഗവാൻ. ഭൂതഭാവനഃ വിശ്വാത്മാ ഭഗവാൻ. ഭൂതഭാവനഃ എന്നാൽ പ്രാണിജാലങ്ങളെ സൃഷ്ടിച്ചവൻ എന്നർത്ഥം. വിശ്വാത്മാ വിശ്വത്തിന്റെ ആത്മാവിൽ കൂടി. വിശ്വം എന്നുള്ളത് കൊണ്ട് എല്ലാ പ്രാണിജാലങ്ങളുടെയും, വിശ്വത്തിലെ എല്ലാ പ്രാണിജാലങ്ങളുടെയും അന്ധകരണത്തിൽ ആത്മചൈതന്യമായി സ്ഥിതി ചെയ്യുന്നവനായ ഭഗവാൻ. ഭൂതഭാവനഃ വിശ്വാത്മാ ഭഗവാൻ യദോ വംശേ, യദു മഹാരാജാവിന്റെ വംശത്തിൽ, യദുവംശത്തിൽ അവതീര്യ അവതാരം ചെയ്ത് യാനി കൃതവാൻ, യാനി എന്ത്, കൃതവാൻ പ്രവർത്തിച്ചുവോ, താനി അതെല്ലാം, ന ഞങ്ങൾക്ക്, വിസ്തരാത് വിസ്തരിച്ച്, വദഃ പറഞ്ഞു തന്നാലും. യദോ വംശേ അവതീര്യ, യദു മഹാരാജാവിന്റെ വംശത്തിൽ അവതാരം ചെയ്ത് യാനി കൃതവാൻ എന്ത് പ്രവർത്തിച്ചുവോ, താനി അതെല്ലാം, ന ഞങ്ങൾക്ക്, വിസ്തരാത് വദഃ വിസ്തരിച്ച് പറഞ്ഞു തന്നാലും. അതാണ് 3ാമത്തെ ശ്ലോകം. അവതീര്യയതോർവംശേ ഭഗവാൻ ഭൂതഭാവനഃ കൃതവാൻ യാനി വിശ്വാത്മാ താനി നോ വദ വിസ്തരാത്. ഭൂതഭാവനഃ വിശ്വാത്മാ ഭഗവാൻ യദോ വംശേ അവതീര്യ യാനി കൃതവാൻ താനി ന വിസ്തരാത് വദ. പ്രാണിജാലങ്ങളെയെല്ലാം സൃഷ്ടിച്ചവനും അങ്ങനെ ഈ വിശ്വത്തിലെ എല്ലാ പ്രാണിജാലങ്ങളുടെയും അന്ധകരണത്തിൽ ആത്മചൈതന്യമായി സ്ഥിതി ചെയ്യുന്നവനുമായ ഭഗവാൻ ശ്രീ മഹാവിഷ്ണു
യദോ വംശേ അവതീര്യ, യദുവിന്റെ വംശത്തിൽ അവതാരം ചെയ്ത് എന്ത് പ്രവർത്തിച്ചുവോ അതെല്ലാം ഞങ്ങൾക്ക് വിസ്തരിച്ചു പറഞ്ഞു തന്നാലും എന്ന ഈ മൂന്നാമത്തെ ശ്ലോകത്തെ ഭഗവാൻ ഭാഷ്യകാരൻ തുഞ്ചത്താചാര്യൻ എങ്ങനെ നമുക്കേവർക്കും പ്രിയങ്കരമായ കിളിപ്പാട്ടിൽ വർണ്ണിച്ചിരിക്കുന്നു എന്ന് നോക്കാം. മുഖ്യമാം യദുവംശത്തിങ്കൽ വന്നഖിലേശൻ, യദോർ വംശേ അവതീര്യ എന്നുള്ള ഭാഗമാണ്. മുഖ്യമാം യദുവംശത്തിങ്കൽ വന്നഖിലേശൻ, ഭക്തവത്സലൻ പരമാനന്ദൻ അധോക്ഷജൻ പുഷ്കരേക്ഷണൻ അവതാരം ചെയ്തത് മൂലം ഭൂതഭാവനഃ വിശ്വാത്മാ ഭഗവാൻ എന്നുള്ള വ്യാസമഹർഷിയുടെ ആ പ്രയോഗത്തെ ഭഗവാൻ ഭാഷ്യകാരൻ തുഞ്ചത്താചാര്യൻ അഖിലേശൻ ഭക്തവത്സലൻ പരമാനന്ദൻ അധോക്ഷജൻ പുഷ്കരേക്ഷണൻ, ഇങ്ങനെയാണ് അദ്ദേഹം അതിനെ വർണ്ണിച്ചിരിക്കുന്ന, ഭഗവാനെ വർണ്ണിച്ചിരിക്കുന്നത്. അഖിലേശൻ ഭക്തവത്സലൻ പരമാനന്ദൻ അധോക്ഷജൻ പുഷ്കരേക്ഷണൻ അവതാരം ചെയ്തതു മൂലം, എവിടെ മുഖ്യമാം യദുവംശത്തിങ്കൽ വന്ന് അവതാരം ചെയ്തതു മൂലം തൽക്കുലത്തോടെ പരിശുദ്ധമായെന്നല്ലയോ സ്വച്ഛമായി അരുൾ ചെയ്തു കേട്ടിതു. പുനരിന്നും അച്യുതൻ വസുദേവപുത്രനായ അവനിയിൽ കൃഷ്ണനായ അവതരിച്ചുള്ളൊരു വിലാസങ്ങൾ ഒക്കവേ ജഗന്മനോമോഹന ചരിത്രങ്ങൾ കേൾക്കയിൽ അത്യാഗ്രഹം മേൽക്കുമേൽ അകക്കാമ്പിൽ വായിക്കുന്നിത്, എനിക്കത് വിസ്തരാൽ ചൊല്ലിയിടണം. യദുവംശേ അവതീര്യ യാനി കൃതവാൻ താനി വിസ്തരാത് വദഃ. ഭഗവാൻ യദുവംശത്തിൽ വന്ന് പിറന്ന് എന്തൊക്കെ പ്രവർത്തിച്ചുവോ അതെല്ലാം വിസ്തരിച്ച് പറയണമെന്നുള്ള യാനി കൃതവാൻ താനി വിസ്തരാത് വദ എന്നുള്ളതാണ് ഭഗവാൻ ഭാഷ്യകാരൻ മലയാള ഭാഷയിലേക്ക് അവതരിപ്പിച്ചപ്പോൾ. അച്യുതൻ വസുദേവപുത്രനായ അവനിയിൽ കൃഷ്ണനായി അവതരിച്ചുള്ളൊരു വിലാസങ്ങളൊക്കവേ ജഗന്മനോമോഹന ചരിത്രങ്ങൾ കേൾക്കയിൽ അത്യാഗ്രഹം മേൽക്കുമേലകക്കാമ്പിൽ വായിക്കുന്നത്, എനിക്കത് വിസ്തരാൽ ചൊല്ലിയിടണം. ഇതാണ് മൂന്നാമത്തെ ശ്ലോകത്തിന്റെ മലയാള ഭാഷ്യം. കിളിപ്പാട്ടിലേക്ക് ഭഗവാൻ തുഞ്ചത്താചാര്യൻ ആ മൂന്നാമത്തെ ശ്ലോകത്തെ എത്ര മനോഹരമായി ലളിതമായി സാമാന്യ ബുദ്ധികളായ നമ്മുടെ മനസ്സിലേക്ക് എങ്ങനെ എത്തിച്ചു തന്നിരിക്കുന്നു എന്ന് നമുക്കിവിടെ മനസ്സിലായിരിക്കുകയാണ്. മൂലഗ്രന്ഥവും കിളിപ്പാട്ടും തമ്മിലുള്ള താരതമ്യ പഠനമാണ് ഇത്. വളരെ ബൃഹത്തായ ഒരു ഉദ്യമമാണ്. ഈശ്വരാർപ്പിതമായ ഈ കർമ്മത്തിനെ ഭാഗവത ജ്ഞാന യജ്ഞം എന്ന് തന്നെ നമുക്ക് വിളിക്കാം. ഈ യജ്ഞത്തിൽ ഭഗവത് കഥകൾ കേൾക്കുവാനും മനസ്സിലാക്കുവാനും താല്പര്യമുള്ള ഭാഗവത പ്രിയരായ, ഭാഗവത പാരായണ പ്രിയരായ എല്ലാവർക്കും ഈ സംരംഭത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഭഗവാനെ കൃഷ്ണ. ശേഷം ഭാഗം അടുത്തത്.